സംഭവം എന്തറിയാമോ? മൊത്തം മുകളിൽ ആനയിക്കണം. എന്താ പയ്യ എന്നെ താഴെ വന്നിട്ട് എവിടെ ഹലോ ഗൈസ്, ഞാൻ കരുത്തി ബ്ലോഗിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ പൊന്മുടി ഫുള്ളായിട്ട് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഒരു നൈറ്റും ഒരു ഡേയും. ഇപ്പോൾ സമയം 4:52 നമ്മൾ ഇവിടുന്ന് കയറാൻ പോകുന്നത്. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിപിൻ, വാമനൂരം വിപിൻ, കിരൺ, കള്ളിപ്പാറ, മനു പാലോട്, സിബി പാലോട്. ഇനി ഒരു എല്ലാരും കാറിലേക്കാണ് പോണത്. പക്ഷെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ഹോട്ടൽ എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ അളിയന്റെ വീരൻ കഴിഞ്ഞിറങ്ങിയുള്ളൂ. ഹോട്ടലാണ് നമ്മൾ പോണത്. ഇനി 3 പേരുടെ ഉണ്ട്. അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ബജാജിന്റെ മാക്സിമാണ് ഈ വണ്ടിയിലാണ് പോകുന്നത്. റീപ്പറെ അതൊന്ന് പൊളിക്കുമല്ലേ? ഇതാണ് നമ്മളെ റീപ്പർ. അവർക്ക് ഇറങ്ങി അങ്ങ് അപ്പുറത്ത് പോയി. പൊളിക്കണം. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാത്തൊരു കാര്യമുണ്ട്. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് തരിക. അപ്പോൾ ഗായ്സ്, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മീറ്റർ റോൾ ഒരിക്കുകയാണ്. അളിയന്റെ സ്പോൺസർ ആയിരുന്നു മീറ്റർ റോള്. അപ്പൊ പൈസ ഒന്നും നോക്കില്ല, ഫുഡ് കഴിച്ചിട്ട് കയറാന്ന് പറഞ്ഞത് ഓരോ മീറ്റർ റോള്. റീപ്പർ പറഞ്ഞു തരുന്നുമ്പോ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഓക്കെ കഴിച്ചത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ടോട്ടൽ എത്ര വളവുണ്ടോ? 22 വളവുണ്ട്. 22 വളവുണ്ട്. ടോട്ടൽ 22 വളവുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്താറായി. ഗൈസ്, ആരുമില്ല. അപ്പൊ ചേട്ടന്മാര് കൈ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. മാസം എടുക്കണ്ടേ? ഗൈസ്, ഇതാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഗൈസ്, ഇതാണ് ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്കിങ്. ഇവിടെ നിന്നാണ് ഫുള്ള് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് അല്ല, ഇപ്പം നമ്മളിപ്പം ഓൾറെഡി മുകളിൽ പാസ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വണ്ടികളാണ്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ചെക്ക് പോസ്റ്റ് ഓൾറെഡി തുറന്നിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചേട്ടന്മാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓക്കെ, താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. ഓ ചേട്ടാ, നമുക്ക് പെർമിഷൻ തന്നിട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. സമയം സത്യം പറഞ്ഞ 5:29 ഈ സമയത്തൊന്നും സാധാരണ കയറ്റി വരണതല്ല പൊന്മുടി. ഇലക്ഷൻ ടൈമും കൂടെ ആയതുകൊണ്ട്. പിന്നെ നമ്മളെ പ്രോ കൂടെ ഉണ്ട് കിരൺ ഇവിടെയൊക്കെ കിടിലൻ കമ്പനിയാണ്. അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കോഴ്സ് അപ്പോൾ 22 വളവുണ്ട്. ഇനി നമുക്ക് 22 വളവ് വലിഞ്ഞ് കയറിയിട്ട് കാണാം. ഓ ഗൈസ്, നമ്മുടെ പൊന്മുടിയിൽ പോണ ഫസ്റ്റ് വളവാണ്. ഫസ്റ്റ് വളവ് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോയിലാണ് കയറാം. അവർ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഓട്ടോ പറഞ്ഞു വിട്ട് ഓട്ടോ ഇപ്പോൾ എന്നെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നോട്ട് വരികയാണ്. ഗൈസ്, നല്ല നല്ല വീഡിയോസാണ്. ആരും മിസ് ചെയ്യരുത്. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ പ്രചോദനം. എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഓ ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആനയെ
കണ്ടില്ല എന്ന് പരാതി പറഞ്ഞ് നിപ്പുണ്ട് സാധനം. നിപ്പുണ്ട് സാധനം. നമ്മൾ ആട്ടയ്ക്കകത്തണ്ടിക്കണത് തൊട്ട് മുകളിൽ ആശ ചവിട്ടി ഓടിച്ചിട്ട് ഇവിടെ ഇറങ്ങണ്ട. അളിയ പാനിക്കാവല്ലേ അളിയ. കൊമ്പനാണ് ഒറ്റയ്ക്കാണ്. സംഭവം എന്തറിയാമോ, മൊത്തം മുകളിൽ ആനയിക്കണേ. എന്താ പയ്യ എന്നെ താഴെ വന്നിട്ട് എവിടെ ആന അറ്റാക്ക് ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ പറക്കാൻ റെഡിയായി നിക്കണത്. ചാരിയിരിക്കണത് ആനക്ക് അങ്ങനെ ഇറങ്ങല്ലേ. ആന എപ്പോഴും പ്രതികരിക്കും. അത് ഓടി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വരും. അതാണ് എടാ ഫുള്ള് ശ്രദ്ധിച്ചോണേ. കാട്ടുപോത്തൊക്കെ കാണാം. ഇവിടെ അങ്ങ് താഴെയാണ് നീങ്ങുന്നത്. ഇവിടെ കൊല്ലം അങ്ങാണ് നിന്നത്. അപ്പൊ എന്തായാലും പൊക്കപ്പുറത്താണ് നിൽക്കണത്. അതുകൊണ്ട് വേറെ സീനില്ല. റോട്ടി ഇറങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ അമ്മ കൊമ്പല്ലേ. അപ്പൊ സാധനം തന്നെ കിട്ടി. പക്ഷെ പുള്ളാറ്റ് കിട്ടിക്കളിയാ. ആ ഈരാരുടെ നിക്കണതേ കിട്ടിയുള്ളൂ. അളിയനാണ് കണ്ടത്. അളിയെ ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അളിയനോട് തിരിഞ്ഞാണ്. അളിയ ഓടിപ്പോയപ്പോ അളി അത് അങ്ങനെയല്ലേ അളിയാ നിക്കണെന്ന് പറഞ്ഞ ചവിട്ടിയിട്ട് റിവേഴ്സ് വന്നിട്ട് നമ്മൾ നോക്കിയപ്പോ സാധനം അങ്ങനെ നിൽക്കണം. എന്റെ അമ്മോ, കഴിഞ്ഞ വീഡിയോയില് ആനയെ കണ്ടില്ലെന്ന് പറഞ്ഞ് പലരും എന്നെ കളിയാക്കി. പക്ഷെ ഈ വീഡിയോയില് അല്ലേ അത് ആ റൂട്ട് പോലും അല്ല. നമ്മൾ പൊന്മുടിയാണ് ഇന്ന് വന്നത്. പക്ഷെ യാദൃശ്ചികമായിട്ട് സാരഥി നമ്മൾ കണ്ട് കൊമ്പനായിരുന്നു. കൂടെ ഒരൊറ്റ ആന പോലും ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് തിട്ടപ്പുറത്ത് മണ്ടയിലെ ഒന്ന് ചവിട്ടി ഓടിച്ച് നമ്മളെ മാക്സിമം ബജാജിന്റെ അതിലാണ് കയറി പറഞ്ഞത്. അളിയന്റെ വണ്ടിയാണ്, അളിയനാണ് സാരഥി. പക്ഷെ ഇന്നത്തെ വ്ളോഗ് ഒന്ന് വെറുതെ ഞാൻ സത്യം പറഞ്ഞാൽ എന്തെന്ന് അറിയാമോ, ഇന്ന് വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോഴും ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ മൂഡില്ലായിരുന്നു. ഞാൻ സത്യത്തെ സാഡായിട്ടാണ് നിന്നത്. പക്ഷെ ഇന്ന് വന്നില്ലായിരുന്നു. ഞാൻ വൻ നഷ്ടമായി പോയായിരുന്നു. സത്യമല്ലേ. ഏകദേശം 1 മീറ്റർ അടുപ്പിച്ച് നമ്മൾ കണ്ട്. അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ 5 മണി കഴിഞ്ഞ് ഇല്ലല്ലേ. അതൊക്കെ താഴെ കളിയാ. പിന്നെ ഒരുപാട് ഞാൻ എന്തായാലും ആനയെ നമ്മൾ കണ്ട് നല്ലപോലെ എടുക്കാൻ പറ്റില്ല. ഇനി ആനകളെ കാണാൻ പറ്റും തോന്നുന്നു. ആന, പുലി, കരടി, വന്യമൃഗങ്ങൾ എല്ലാം നമ്മൾ കാണിച്ചു തരും. അവരുടെ അടുത്ത് പറയാം. അളിയ അവിടെ ചവിട്ട്. അല്ല അങ്ങോട്ട് അവരുടെ അടുത്ത് ചേട്ടാ നോക്കി പോണേ. ഇതേപോലെ സൈഡിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചു പോണം. സൈഡിലാണ് ശ്രദ്ധിച്ച് ആ ചേച്ചി ഒരു ഞെട്ടൽ ആനയെന്ന് പറഞ്ഞപ്പോ അയ്യോ എന്താ കാണാതെ ഒന്ന് ആലോചിച്ചിരിക്കരുത്. അവര് പറഞ്ഞത് അളിയ ഓവർടേക്ക് അല്ലേ അളിയ. ആന എന്താ നിൽക്കുക തന്നെ. അതാണ് ഇവര് പടക്ക് ചെറിയ വണ്ടിയാണ് ഫോർച്യൂണർ. അതാണ് അവർ 2 ബൈക്കിൽ വന്ന് പറഞ്ഞത് ആന അയക്കണമെന്നാണ് പറഞ്ഞത്. ഓ ഗായ്സ്, അടുത്ത ആനയെ കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഫ്രണ്ട് ഫോറസ്റ്റ് വരെ പോയിട്ടുണ്ട്. നമ്മളേതായാലും അതിക്രമം കാണിച്ച് മുമ്പേ അവർ പോണില്ല. നമ്മൾ ആ KSRTC ബസ്സിന്റെ പുറകെ തന്നെ പോകണം. ആ ബസ് വലിഞ്ഞ് ഇഴഞ്ഞ് കയറി പോവുകയാണ്. എന്തായാലും ആശ മുകളിലുണ്ടെന്നുള്ള ഉറപ്പായി. ഫോറസ്റ്റ് വണ്ടി കയറി പോയിട്ടുണ്ട്. പൊന്മുടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലേ. തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്യണം. അല്ല നമ്മൾ അവിടെ പാട്ട് എടുത്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ആനയാണെ കാണാം. ആന ഇന്നത്തെ ചന്ദ്ര അവർക്ക് ഈ പൊന്മുടി എത്തണേന് തൊട്ട് മുമ്പ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്.
കുളച്ചിക്കര ടീമാണ്. സ്ഥലത്തിന്റെ പേരോ? സ്ഥലത്തിന്റെ പേര് കുളച്ചിക്കര. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള പയ്യന്മാരാണ് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണ്. ചായക്കട. നമ്മളെ റീപ്പറിന്റെ കൂട്ടുകാരനാണ്. നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്ത ബ്രോയൊക്കെ ഉണ്ട്. ഓ ഗായ്സ്, ഇതാണ് വ്യൂ. നല്ല കിടിലൻ ഗ്രൗണ്ടാണ്. നല്ല കിടിലൻ ഗ്രൗണ്ടാണ്. നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്ത ബ്രോയെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരനാണ്, കിരണാണ് കണ്ടത്. ഇവിടെ വെറൈറ്റി സാധനങ്ങളുണ്ട്. തേയിലയുണ്ട്. തേയില എത്ര ആൻറ്റി? 100 രൂപ. ഇത് ഇവിടെ തന്നെ പാക്ക് ചെയ്യാനാണല്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കണേണോ? അന്നേരം നിങ്ങൾ തന്നെ പാക്ക് ചെയ്യൂലേ? ആന്റി അമ്മ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ശകലം നമുക്ക് തേയില തന്നിട്ടുണ്ട്. ആന്റി ടേസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു എന്താ പറയാ, നമ്മള് എപ്പോഴും കഴിക്കണ തേയിലെന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എടാ അവിടെ തേയില ടേസ്റ്റ് ചെയ്തോ ബ്രോ. അങ്ങനെയുണ്ട്. ഗൈസ്, ആന്റി നമ്മള് തിരിച്ചിറങ്ങാൻ മേടിക്കാമേ. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാവിലെ ഇറങ്ങുള്ളൂ. രാവിലെ അപ്പൊ മേടിക്കാം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല മാങ്ങ എത്ര ആന്റി? 20. ചേട്ടാ ഉണ്ടോ 10 രൂപ? എന്തായാലും വന്നില്ല, എന്തായാലും മേടിക്കാം. റൂം എടുത്തു. റിസോർട്ട്. അപ്പൊ ഗൈസ്, നമ്മള് മാങ്ങ മേടിച്ചിട്ടുണ്ട്. ഈ ആന്റിയാണ്. ആന്റിന്റെ പേരെന്താ ആന്റി? പാക്കമ്മ. ആന്റി ഇവിടെ എങ്ങനെയാ? ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്? ഇവിടെ സ്റ്റേ ആണല്ലേ? ജോലിക്ക് ரிட்டையர்டாகி இப்ப அம்மா வீட்டுல இருக்காங்க. இந்த தேயிலை வாங்கி வித்துக்கிட்டு இருக்கேன் கம்பெனில இருந்து. ഇപ്പൊ ഫാക്ടറി ഒന്നും ഉണ്ട്. ഈ കൊളുന്ത് ഇന്നലെ തന്നെ എടുത്തത്. ഇതൊക്കെ ഇന്നലെ നുള്ളിയ കൊളുന്താണ്. തേയിലേര് ഇന്നലെ നുള്ളിയ കൊളുന്താണ്. കൊളുന്ത് മക്കളെ ഇത് എടുത്ത് അവിടെ പോയി അരച്ചു കൊണ്ടുവരും. അവിടെ കമ്പനി ഉണ്ട്. വലിയ കമ്പനിയാണോ? பெரிய கம்பெனி. അകത്തിരിക്കും. പിന്നെ ഇങ്ങ വരുന്ന സമയം ആ മുക്കിൽ ഇരുന്നേ അങ്ങിട്ട് നോക്കണ മതി. പെരിയ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ ആനയെ കണ്ടു. റോഡ് സൈഡിൽ നിൽക്കുന്നു. രാത്രി 10 മണി ബസ്സിൽ ആരെങ്കിലും കാണാൻ പറ്റൂല്ലേ? മുകളിൽ കാണാൻ പറ്റൂ? പകലും കാണാം. അല്ല മുകളിൽ മേലെ കാണൂല. ആന കാണൂല. താഴെ തന്നെ. എന്തായാലും നമ്മള് ആന്റിയുടെ എന്തായാലും ഒരു വന്നിട്ടൊന്ന് മേടിക്കാൻ പോകണ മോശമായിട്ട് മാങ്ങ മേടിച്ചിട്ടുണ്ട്. ആ മുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ട നല്ല സൂപ്പർ സാധനമാണ്. നല്ല മാങ്ങയാണ്. ഇനി കുറച്ചുകൂടെ നമ്മളെ വീട് പാലോടെന്ന് പറയും ആന്റി, അറിയാമോ? പാലോട്. നമുക്ക് പോകണം തെങ്കാശിക്ക്. അവിടെയാണ് നമ്മളെ വീട്. ഒരെണ്ണം വേണോന്ന് പോലും ചോദിക്കില്ല. എങ്ങനെയുണ്ടാ ടേസ്റ്റ്? എങ്ങനെയുണ്ടാ? സൂപ്പറാണ്. എന്താണ് ഓ ഗായ്സ്, അങ്ങനെ എല്ലാവരും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആനയെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷ. നേരത്തെ ഫോറസ്റ്റുകാരെ കയറി പോയി, ഇതുവരെ നമ്മൾ കണ്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ആനയെ കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്? പേടിച്ചു പോയില്ലേ? മനുവാണോ? എനിക്ക് പേടിയൊന്നുമില്ല. കണ്ടില്ല. ആശ ഫ്രണ്ടിൽ പോയിട്ട് എവിടെയാ ആന? സിബി വീഡിയോ സിബിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര നാണമാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുമെന്ന് പേടിച്ച് സിബി മിണ്ടാതെ ആട്ടേരെ വണ്ടിക്കാരിയിരിക്കണ്. ഇവിടെ നോക്കടാ, ഇവിടെ നിന്നെ എല്ലാരും കാട്ടറാ. അളിയ വണ്ടി ഓടിച്ചോണ്ട് അളിയനെ ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മളെ ഇത്രയും ജീവ അളിയന്റെ ഒരൊറ്റ കയ്യിലായിട്ടിരിക്കണത്, അല്ലേ അളിയ? ഓ ഗൈസ്, അപ്പൊ എന്തായാലും നേരെ ഇരുട്ടി കഴിഞ്ഞ് അവിടെ എത്തി. കാറുണ്ട്, താറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ ആട്ടം എടുത്ത് വരണമെങ്കിൽ ആ ഒരു വൈബിന് വേണ്ടി നമ്മൾ ആട്ടെ നമുക്ക് കാണാൻ കാറെടുത്തിട്ട് നമ്മള് സ്ഥിരമൊക്കെ പോകണേ. ആട്ടയിൽ ആ ഗിയറി കയറുന്നതും കയറാതിരിക്കുന്നതും അപ്പ് കൊടുക്കാനുള്ള വൈബ് വേണ്ടി അതിപ്പോ ടെസ്റ്റ് ചെയ്ത് ഇറങ്ങിയ വണ്ടിയാണ്. ആ അളിയന്റെ തങ്ക് കത്തി ഓരോ കേട്ട കയറുമ്പോ
സത്യം അളിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ വണ്ടി കൊണ്ട് നല്ല അളിയെ എല്ലാം പേപ്പറൊക്കെ എല്ലാം കഴിഞ്ഞ് പെയിന്റ് തന്നെ ഓടി ചെയ്ത് ടെസ്റ്റിന്റെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വരത്തോളൂ. നമ്മളെ റിസോർട്ട് പൊന്മുടി മോളിൽ കയറി പോകേണ്ടതാ ഇവിടുന്ന് റൈറ്റ് കമ്പിമൂട് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. കമ്പിമൂട് സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇത്തിരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള റോഡാണ്. എന്നാലും കുഴപ്പമില്ല. വീട്ടിലെല്ലാം വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇതിന്റെ കൂടെ അപ്പുറത്തൊരു മരം നിൽപ്പുണ്ട്. അവിടെ ഒരു മരമുണ്ട്. അതാണ് ഈ സ്ഥലത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മരമുണ്ട് ഗൈസ്. നമ്മൾ ഈ വഴി താഴോട്ട് പോകണം. അത് പഴയ തേയിലത്തോട്ടത്തിന്റെ കമ്പനിയായിരുന്നു. അങ്ങനെ ഒരുപാട് അടച്ചിട്ടേക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. നമുക്ക് എല്ലാം താഴോട്ട് പോയി കാണാം. ഗൈസ് ഇതാണ് കിടിലം. നമ്മളെ ലൂസിഫർ പടത്തിലുണ്ടോ ലൂസിഫർ പടത്തിൽ മഞ്ജു വാര്യർ വന്ന് സംസാരിക്കുന്ന ഒരു സീന് ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. ഈ മരം ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സീനാണ്. പാറ നടക്കുന്നതാണ് പൊടിച്ചതായിരിക്കണം. പക്ഷെ ഇതൊക്കെ പ്രകൃതി ഉണ്ടാക്കിയെടുക്കണല്ലേ. ഇതൊരു ആർക്കും പോലുമില്ല. തനിയെ മുളച്ച് വലുതായി വന്നൊരു സാധനം ഇത്രയും ഭംഗി കൊടുക്കുകയാണ് പൊന്മുടിക്ക്. പ്രകൃതിയിൽ നമ്മൾ ഇനി അറിയാനും കാണാനും കേൾക്കാനും എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. അൽറാ സിവി ഇതാണ് ഞാൻ പറഞ്ഞ മരം. എന്തായാലും നമ്മൾ ഇവിടെ നിർത്തുന്നില്ല. നിർത്താല്ലേ? നിർത്തണോ? രാത്രി ലൈറ്റ് ഇല്ലടാ. അപ്പോൾ ഗായ്സ് ഇതുവരെ നമ്മളെ റിസോർട്ട് എത്തിയിട്ടില്ല. റിസോർട്ട് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നോടൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അല്ലേ അളിയ? പിന്നെ വഴി തെറ്റിയ നിൽക്കുകയാണ്. എന്തായാലും നമ്മളെ കൂടെ ഉള്ള ബഡി 2-3 പേരുണ്ട്. അവരെന്തായാലും റിസോർട്ടിലുണ്ട്. അപ്പോൾ അവരിപ്പം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഔട്ടോക്കെ സത്യം ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇവിടെ കാര്യം കഴിഞ്ഞാൽ റേഞ്ച് ഒരു ഫോണിന് റേഞ്ച് ഇല്ല. BSNL ഉണ്ടല്ലോ അളിയ? BSNL ഓടഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റേഞ്ച് ഉള്ളൂ. പക്ഷെ കിടില വ്യൂ ആണ്. എന്തായാലും നമ്മളത് വിളിച്ച് സംസാരിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ. അല്ലടാ സിബിക്ക് ഭയങ്കര നാണമാണ് ക്യാമറ ഫേസ് ചെയ്യാൻ. ബൈക്ക് റൈഡേഴ്സ് ആണ്. എഴിച്ചെന്നാണ് ഓട്ടിക്കുന്നത്. എഴിച്ചെന്ന് ഓട്ടിക്കണത് ഓ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്. ആ ടൈം സാധനങ്ങളൊക്കെ ഇറക്കിയാണ്. ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാറ്റ്, ചിരട്ട, തീക്കനലുണ്ടാക്കുക അല്ലേ? തീക്കനല ചിരട്ട. ഇത് ഫുള്ള് ചിരട്ടയാണ്. 2-3 ചാക്കില് ചിരട്ടയാണ്. ഓ ഈ ചിരട്ട എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കനലുണ്ടാക്കാനാണ്. ഇനി എടാ സാധനം ഡേ. ഒരു ചിരട്ട മിസ് ചെയ്യരുത്. കാരണം ഒരു ചിരട്ട ഒരു ചിരട്ട മിസ്സാകരുത്. നമ്മള് 3 പേര് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ 3 പേര് അവരാണ്. പേര് പരിചയപ്പെടുത്. ബോണി. ഓ കിടിലൻ പേരാണല്ലേ. നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട്. റിസോർട്ട് കൊള്ളാം ഗൈസ്. ഒരുപാട് സ്പെഷ്യൽ സൈറ്റാണ്. അതാ തീയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ഓ ഗൈസ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ നമ്മൾ മസാലയൊക്കെ ഇട്ട്, നമ്മളല്ല അവരാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനു ചെയ്യാൻ പോവാണ്? നമ്മള് ഫ്രൈ അതാ ഗ്രില്ല് അല്ലേ? ഗ്രില്ലൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ കാറിലാണ് കൊണ്ടുവന്ന. ഇതൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കി വെജിറ്റബിൾസ്
ഇതൊക്കെ ഇനി കട്ട് ചെയ്തതിന് വർക്ക് തുടങ്ങണം. ഫുൾ അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പൊ ഇതാണ് റിസോർട്ട്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു കൊച്ചു വീടെന്ന് പറയാം. പക്ഷെ വേറെ ഒരു ശല്യമല്ല, നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെ ഒരു 10 വരെയും ഒരുമിച്ച് പ്രത്യേകിച്ച് ഇത് കിച്ചണിൽ നിറങ്ങളോ വേറെ പുറത്തോട്ട് വന്ന വഴി. ഇതാണ് കിച്ചൺ. ഒരു കുഞ്ഞു കിച്ചണാണ്. അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനും ഫുഡൊക്കെ ഉണ്ടാക്കാനും നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടെന്നാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു റൂം. നമുക്ക് നല്ല ബാത്റൂം തുറന്ന് കാണാം. ചൂട് വെള്ളത്തിനുള്ള സെറ്റപ്പ് ഹീറ്ററുണ്ട്. ബാക്കി അത്യാവശ്യം വലിയ ഒരു ടോയ്ലറ്റാണ്. അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ്. ഹലോ ഗൈസ്, അങ്ങനെ മോർണിംഗ് ആയിരിക്കുകയാണ്. ഇന്നലെ ഒരുപാട് ലേറ്റാണ് കിടന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇന്നലെ രാത്രി ഇവിടെ എടുത്ത അതിൻ്റെ വിഷ്വൽ കൂട്ടി നിങ്ങൾ കാണാൻ പറ്റത്തില്ലാണ് ഞാൻ എടുക്കാത്തത്. സമയം ഇപ്പോൾ രാവിലെ 7:20 ആയിട്ടുണ്ട്. നല്ല ഉറങ്ങിപ്പോയി. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് മാത്രമേ നമ്മൾ മുകളിൽ മുട്ടക്കുന്നിലേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ ഒരു പേര മരമൊക്കെ നിൽപ്പുണ്ട്. ഇന്ന് 2 പേരയ്ക്കൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചു. നല്ല ആകർഷണമുണ്ട് കഴിച്ചു. കുറച്ച് മൊത്തം ഇതാണ് കാപ്പിത്തോട്ടങ്ങളാണ്, ചെറിയ ചെറിയ. അതാ എനിക്ക് ചുറ്റും നിൽക്കുന്ന ഇതൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ്, ചെറിയ ചെറിയ കാപ്പിത്തോട്ടങ്ങളാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത റിസോർട്ട് വേണം. എനിക്ക് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ പോകുന്നത്. 2 പേരും അവിടെ നിൽക്കൊണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി വിഷ്വൽസ് ഉണ്ട്, നമുക്ക് വീഡിയോനെ കൂടെ ഉൾപ്പെടുത്താം. ഇതാ നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നത്. ഇന്നലെ ക്യാരി വന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഒരു ഹൈ റേഞ്ച് വഴിയാണ്, കല്ലും മണ്ണൊക്കെ ഉള്ള വഴിയാണ്. വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയിരുന്നു. അവിടെ ചേച്ചി കൊളുന്ത് തുള്ളണുണ്ട് അവന്. ഗൈസ്, അവിടെ ചേച്ചി കൊളുന്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. വരും. എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ്? നമ്മളെ റിസോർട്ടും നമ്മളെ ബുക്ക് ചെയ്ത റിസോർട്ടിന്റെ ചുറ്റുവട്ടം പരിസരമൊക്കെ ഉള്ള രാവിലെയുള്ള വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്? രാത്രി എല്ലാം ഒരു 4 മണിയാകുമ്പോ വാങ്ങിയപ്പോ രാവിലെ നൈസ് എന്ന് പറഞ്ഞ പറഞ്ഞറിയിക്കാൻ നമുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, ചുറ്റുമുള്ള ഈ വ്യൂ ഭംഗി നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോ ഇതിനെ കുറിച്ച് നമുക്ക് എത്ര വർണ്ണിച്ചാലും അതിന് വാക്കുകൾ പറ്റില്ല. പിന്നല്ല വർണ്ണിക്കാൻ മൊത്തത്തില് ഒരു മ്യൂസിക് ഓഫ് ആക്കടാ, കോപ്പിറൈറ്റ് ഇടാ. ബജാജിന്റെ മാക്സിമം വണ്ടി സംഭവം നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതുകൊണ്ട് ഏത് ടെറേനും ആ വണ്ടി ഓടി കയറും. അങ്ങനെ നമ്മൾ ആട്ടയിൽ കയറിയിരിക്കുകയാണ്. മുകളിലോട്ട് പോകാനായി ആട്ട ചാട്ടാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ 3 പേരുണ്ട്. നമ്മളെ കൂടെ ഉള്ള എല്ലാവരും പോയി. മനുവാണ് നമ്മളെ റൈഡർ. മനു, രാവിലെ തണുപ്പെങ്ങനെ ഉണ്ടാ? ഇന്നലെ നമ്മൾ കുറച്ച് കാട്ടുമൃഗങ്ങളെ കണ്ടു കഴിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ ഉള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മ്ലാവ്, ചെറിയ ചെറിയ കാട്ടുമുയല്, കാട്ടുപന്നി, കരടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ കണ്ടായിരുന്നു. അത് രാത്രിയാണ്. അതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾക്ക് ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇടത്തോട്ട് നമ്മൾ നേരെ മുകളിലേക്ക് മൊട്ടക്കുന്നിലേക്ക് പോകണം. ഈ സമയത്ത് ആരും ഉണ്ടാവില്ല പൊന്മുടിയിൽ. അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അനുരാഗിണി ഇതായൻ
കരളിലെ ഇരിഞ്ഞ പൂക്കൾ. ഇത് കൽക്കട്ടയല്ല, ഇത് ഇടിഞ്ഞാറല്ല, ഇത് പൊന്മുടിയാണ് ഗായ്സ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കേവലം 36 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഭൂമിയുടെ പ്രകൃതി വാരിച്ചെരിഞ്ഞ ഒരു നിറകൂടാരം കാണാം. അതാണ് പൊന്മുടി. രാവിലെ ചായ കുടിക്കാൻ പോകണം. കടിയാറ്റൊന്നുമില്ല, മഞ്ഞക്കേക്ക് മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ ഉണ്ട്. 4 മീഡിയം ചായ വേണ്ട. ഇവിടെ കഴിക്കാൻ വല്ലതും വേണോ? ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടോ? അണ്ണാ അപ്പൊ 4 ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടോ? ബ്രോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. മുട്ട ഓംപ്ലേറ്റ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊന്മുടിയിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അടിപൊളി, സൂപ്പർ, അടിപൊളി, സൂപ്പർ ഫുഡ് ഗൈസ്. അപ്പം ഇതെന്തായാലും ബാക്കി കഴിച്ചിട്ട് കാണാം. പൊന്മുടിയിൽ ഓറഞ്ച് പറിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഓറഞ്ച് തോട്ടത്തില് പഴുത്ത ഓറഞ്ച് കൊണ്ട് ഒരെണ്ണ പറിച്ചാ കളിയാ. ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞാ ഇഷ്ടം പോലെ ഓറഞ്ച് നിൽപ്പുണ്ട്. നമുക്ക് അണ്ടലുണ്ടാ പുളിപ്പായിരിക്കും. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ. കഴിച്ചത് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ ഭയങ്കര പുളിപ്പാണ്. ഇത് മൊത്തം നമ്മുടെ തോട്ടത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നമുക്ക് ചുറ്റും ഓറഞ്ച് മരങ്ങളാണ്. ആവശ്യം പോലെ ഓറഞ്ച് ഇപ്പൊ ഉണ്ട്. എന്താ കടിച്ചതാണ് കേട്ടോ. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താ കടിച്ചതാണ്. നല്ല പിടിച്ചു തന്ന നല്ല കാറ്റ്. ഈ സ്പോട്ട് പൊന്മുടിയിൽ ഈ സ്പോട്ട് അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. സ്ഥലം എവിടെയാന്നുള്ള കമന്റ് ചെയ്യുക. നിൽക്കുന്നുണ്ട് പൊന്മുടിയിലെ ഓറഞ്ച് മരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കൈ എത്തി പറിക്കാനേ ഉള്ളൂ. എനിക്കാണ് ഇത് ഒരു സമയത്ത് കൃഷിയായിരുന്നതായിരിക്കാം കേട്ടോ. പിന്നെ അടുത്ത് ഭയങ്കര പുളിപ്പാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കൈ എത്തി പറിക്കാനേ ഉള്ളൂ. ഒരെണ്ണം പറിക്കാൻ പറ്റും നോക്കിയാൽ കളിയാ. അതുകൊണ്ട് ഒരെണ്ണം പഴുത്ത് വയ്ക്കുന്നു. കളി എന്തായാലും ഒരെണ്ണം പറിക്കാൻ ട്രൈ ചെയ്യാണ്. തോട്ടം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ ഒക്കെ ആവശ്യം പോലെ ഓറഞ്ച് കിപ്പുണ്ട്. ഒരെണ്ണം അടിച്ചിട്ടാണ് കളിയാ. നല്ല പഴുത്ത് നോക്കി വരണം. ഈ തുമ്പി 5-6 എന്തൊക്കെ ഉണ്ടാണ്ട്. നല്ല വെയിലാണ്. രാവിലെ 10:44 ഇപ്പൊ നമ്മൾ കിട്ടിയ ഓറഞ്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ കിട്ടിയ കുറച്ച് പച്ചയാണ്. സംഭവം ഓറഞ്ച് തന്നെ ഇല്ല കളിയാ. ഓറഞ്ച് പോലും പക്ക ഓറഞ്ചാണ്. ഓറഞ്ച് തന്നെയാണ്, പക്ഷെ മധുരത്തിന്റെ ഒരു വ്യത്യാസം എന്താണ്, ചെറിയൊരു പുളിപ്പ് കാണും അല്ലെ. അതല്ല വെള്ളയിൽ നല്ല പഴുത്ത് നോക്കി നമ്മൾ പറിച്ചു കഴിയണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പുളിപ്പാണ് എന്തിനാണെന്നുള്ളത്. ഇത് പുളിപ്പാണെങ്കിലും കഴിക്കാൻ കൊള്ളാം. തീരെ ഇതല്ല, ചെറിയൊരു മധുരം ഉണ്ട്, പക്ഷെ അങ്ങനെ കൊള്ളാം. ഇതൊക്കെ പണ്ടത്തെ എന്തോ കെട്ടിടങ്ങളാണ്. ബ്രിട്ടീഷുകാരല്ല, അതിനുശേഷം ഇങ്ങോട്ടുള്ളതാണ്. പണ്ടത്തെ ഫാക്ടറികളും അവരെ ക്വാർട്ടേഴ്സുകളും അവരെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ എല്ലാം അടച്ചിട്ടേക്കാണ്.
ഇവിടെ ഒരു മനുഷ്യനുള്ള കരടി കാണും കേട്ടാളിയാ, സൂക്ഷിച്ചു പോണേ. സീരിയസ് ആണോ നമ്മളവിടെ? പിന്നെ നമ്മുടെയൊക്കെ കടലാസ് പൂ, ചെറിയൊരു മാവൊക്കെ നിൽപ്പുണ്ട്. ഒരു ചെറിയൊരു അരുവിയാണ്, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. കാര്യം കുളകട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കുളകട്ട കൂടുതലായി കാണപ്പെടുന്നത്. അവിടെയും കോട്ടേഴ്സ് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നല്ല പ്യുവർ വാട്ടറാണ് അല്ലേ അളിയാ? നല്ല തണുത്ത പ്യുവർ വാട്ടറാണ്. നല്ല ഫിൽറ്ററിങ് നടന്നു വരുന്ന വെള്ളമാണ്. നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. നോക്കണേ, അവിടെ ഒരു പെയിന്റ് അടിച്ച കെട്ടിടം കണ്ടോ? ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ സമ്മതിക്കണം ഒരു. ഓ ഗൈസ്, നമ്മളിപ്പോൾ ഇത്രയും ഓറഞ്ച് പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലോട്ടാണ് പോകണം. ഹോട്ടലിയാ നമുക്ക് പൊന്മുടിയിൽ അടിപൊളി കാഴ്ചകൾ കാണാം. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അവിടെ ഒരു ചെറിയ, ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അതിൻ്റെ മൂട്ടിലൊക്കെ പോയി നിന്ന് കറങ്ങാം. പൊന്മുടിയിൽ സാധാരണ എല്ലാവരും വന്നിട്ട് ഇത്രയും ഭാഗം കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ കുന്നിൻ്റെ മലയുടെ താഴ്വാരങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പൊന്മുടിയിലെ മലയുടെ താഴെ ഇറങ്ങി വന്നിട്ട് നടന്ന് മുകളിലോട്ട് കയറുകയാണ്. ഇന്ന് പൊതുവെ വലിയ തിരക്കൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് എൻ്റെ വീഡിയോ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് കാണാം. കൂടെ വന്ന് മൂന്നുപേര് മുമ്പേ നടക്കുന്നുണ്ട്. ഞാൻ പറയൊക്കെയാണ്, CB എൻ്റെ ബാക്കിയുണ്ട്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു. ഇനി നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, സംഭവം നമ്മൾ പൊന്മുടി തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കുകയാണ്. ചായ വാങ്ങിക്കുക. ഒരു വളരെ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മധുര നെല്ലിക്ക അല്ലേ അളിയാ? ഇന്നത്തെ കാണിച്ച ആളിയാ. നല്ല ടേസ്റ്റാണ്. വരുമ്പം നമ്മൾ ട്രൈ ചെയ്യണം. ഇവിടെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തും വരെ നമ്മൾ അടിച്ചു മാറ്റുന്ന കാറ്റാണ്. എന്തായാലും നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഒരുപാട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഓ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പൊന്മുടിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി.